ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ബിറ്റ്കോയിൻ്റെ അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്കോയിൻ റെസിസ്റ്റൻസ് എടുക്കുന്ന സോണ് ഇതാണ് അല്ലേ. ഈ ബിറ്റ്കോയിൻ്റെ ഈ റെസിസ്റ്റൻസ് മേഖല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് ഇതുവരെ കടന്നിട്ടില്ല. കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഈ ഒ ബിയിലേക്ക് തിരിച്ച് കയറുന്ന മട്ടിലായിരുന്നു. അപ്പോൾ ഒ ബി കയറുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒ ബി ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വരുമെന്ന്. മാർക്കറ്റ് അതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് വീണ്ടും ആ ഒ ബി കയറി ആ ഒ ബി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം. നമുക്കപ്പോൾ വാച്ച് ചെയ്യാം മാർക്കറ്റ് ആ ഒ ബി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് നമുക്ക് മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ 4 hours നമുക്കൊന്ന് പോയി നോക്കാം. 4 hours പോകുമ്പോഴും കണ്ടിട്ടില്ല, ഇതാ ഒ ബി ടച്ച് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന ശേഷം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം വീണ്ടും അപ്പ് സൈഡ് വരെയാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വീക്കെൻഡിലെ സെയിം സിനാരിയോ ആണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വീക്കെൻഡിലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാനാണ് ശ്രമിച്ചത്. ഈ വീക്കിലും സെയിം സീനാണ് നടക്കുന്നത്. ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാനുള്ള ശ്രമം മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ചെറിയ ഇൻട്രാഡേ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ വ്യൂ വളരെ ചെറുതാണ്. ഞാൻ നോക്കുന്നത് ഈ ഒരു സോണാണ്. ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ഏരിയ, എൻ്റെ ഒരു ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചേക്കുന്ന ഈ സോണാണ് എൻ്റെ ഒരു പോയിൻ്റ് ഏരിയ. ഞാൻ തൽക്കാലം വേറെ OB ഞാൻ മാറ്റിത്തരാം, കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വരുന്നത് ചെറിയൊരു മാർക്കറ്റ് ഈ ഏരിയയിലേക്ക്, ഞാൻ വരച്ച ഈ സോണിലേക്ക് വരണം. കാര്യം ഇവിടെ നിന്നൊരു നല്ല ബുള്ളിഷ് മൊമെൻറ്റം കിട്ടിയ മേഖലയാണ്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടിയ ഏരിയയാണ്. ആൻഡ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്താൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലേ, ഞാനിവിടെ ബ്ലാക്ക് ലൈൻ വരച്ചിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്വീപ്പ് നടന്ന സ്ഥലമാണത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ സോണിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തരുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു അപ്സൈഡ് നോക്കും. ആൻഡ് ഒരു 1156 പോയിൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വളരെ മിനിമലാണ്. ഒരു 200 points 300 pointsനുള്ളിൽ സ്റ്റോപ്പ് ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ട്രയൽ ചെയ്യാനും പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഏരിയ വെച്ച ശേഷം നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഏരിയ കണക്കാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്, മാർക്കറ്റ് അപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും പോകണ്ട, മാക്സിമം ഈ ഒരു ഏരിയ കളക്ട് ചെയ്യാൻ നോക്കാം. ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അപ്പം ഈ ഏരിയയിലേക്ക് വന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്ന മേ ബി നമുക്കൊരു അപ്സൈഡ് സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും ചെറിയ സ്റ്റോപ്പ് ലോസേ ഇവിടെ കിട്ടത്തുള്ളൂ. അതിൻ്റെ പോയിൻ്റ് നല്ല രീതിയിൽ കളക്ട് ചെയ്യാനും പറ്റും ഈ സോണിൽ നിന്ന് മുകളിലോട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സോണൊന്ന് വാച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴത്തെ ഏരിയാസ് 107 790 ആണ്. അവിടെ ഒരു ട്രേഡ് ചാൻസ് വരുന്നുണ്ട് അപ്സൈഡ് പോകാനായിട്ട്. പക്ഷേ ഇതൊരു പ്രോബബിലിറ്റി കൂടുതലുള്ള ട്രേഡാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ആകെയുള്ളൊരു ലെവൽ ഇതാണ്. ഞാൻ ഈ ഒരു ലെവലിൽ മാത്രമേ തൽക്കാലം ട്രേഡ് നോക്കത്തുള്ളൂ. അതും നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റ് വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ആ ഒരു ലെവലിലേക്കൊന്ന് വാച്ച് ചെയ്യുക. ട്രേഡൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങളെല്ലാവരും ആ ഒരു ലെവലൊന്ന് വാച്ച് ചെയ്ത ശേഷം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.